എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബോർഡിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസുകൾ ജസ്റ്റ് നോക്കി. ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും, ഞാൻ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും, അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതായിരിക്കും, ഇങ്ങനെയുള്ള സെന്റൻസുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ സെന്റൻസുകളൊക്കെ എന്താണ്? ഒരു ചെറിയ തരത്തിലുള്ള ഒരു പ്രോമിസ് കൊടുക്കലാണ് അല്ലേ. ഞാൻ നിങ്ങളെ ചെയ്യുന്നതായിരിക്കും, പ്രോമിസ് എന്ന് പറയാറില്ലേ നമ്മൾ. ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും, ഞാൻ ഇവിടെ എത്തുന്നതായിരിക്കും, ഞാൻ അവളെ വിളിക്കുന്നതായിരിക്കും, ഞാനത് കൊണ്ടുപോകുന്നതായിരിക്കും, ഇങ്ങനെ ചെറിയ തരത്തിലുള്ള ഒരു പ്രോമിസ് കൊടുക്കലാണ് ഈ സെന്റൻസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രോമിസസ് ഒക്കെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ കൊടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ വളരെ ഈസിയാണ്. ഇതുപോലെയുള്ള സെന്റൻസുകൾ പറയാനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ing ആണ് കേട്ടോ. ഇത്രയും ഓർത്ത് വെച്ചാൽ കേട്ടോ. വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ing ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ സെന്റൻസസിനൊക്കെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും. ഇതെങ്ങനെ നമുക്ക് പറയാം? വിൽ ബി അല്ലെ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വിൽ ബി ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ വെർബിനെ ing ഫോമിൽ കൊണ്ടുവരാം. ഇവിടുത്തെ വെർബ് എന്താണ്? കാത്തിരിക്കുക എന്നുള്ളതാണ് അല്ലേ. കാത്തിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. അപ്പൊ കാത്തിരിക്കുക എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ യൂസ് ചെയ്യുക? വെയിറ്റ് എന്നാണ് അല്ലേ. അപ്പൊ വെയിറ്റ് പ്ലസ് ing, വെയിറ്റിംഗ് എന്നാവും കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും അല്ലെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ അല്ലേ. ഞാൻ നാളെ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും, ഞാൻ നാളെ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. എങ്ങനെ പറയാ? വെർബ് എന്താണ്? വിളിക്കുക, കോൾ എന്നല്ല. അപ്പൊ ഐ വിൽ ബി കോളിംഗ്. വെർബിനെ നമ്മൾ ing ഫോമിലാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. അപ്പൊ ഐ വിൽ ബി കോളിംഗ് നിന്നെ എന്നല്ലേ. യു ടുമോറോ, നാളെ. ഐ വിൽ ബി കോളിംഗ് യു ടുമോറോ. ഞാൻ നിങ്ങളെ നാളെ വിളിക്കുന്നതായിരിക്കും. പ്രോമിസ്. ഓക്കെ, അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഐ വിൽ ബി കൊണ്ടുപോകുക എന്നുള്ളതിന് നമുക്കിവിടെ ടേക്കിംഗ് എന്ന യൂസ് ചെയ്യാം കേട്ടോ. ഐ വിൽ ബി ടേക്കിംഗ് യു. ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതായിരിക്കും. നെക്സ്റ്റ് ടൈം, അടുത്ത പ്രാവശ്യം. ഐ വിൽ ബി ടേക്കിംഗ് യു നെക്സ്റ്റ് ടൈം. അപ്പൊ വിൽ ബി പ്ലസ് വെർബിനെ നമ്മൾ ing ഫോമിലാണ് കൊണ്ടുവരാന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ കുറച്ചും കൂടി എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. നാളെ ഞാൻ നേരത്തെ വരുന്നതായിരിക്കും. എങ്ങനെ പറയാം? ഞാൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറയാനായിട്ട് ഐ വിൽ ബി ചെയ്യുന്നതായിരിക്കും. എന്ത് ചെയ്യാന്ന് പറഞ്ഞത്? നേരത്തെ വരുന്നതായിരിക്കും. അപ്പൊ ഐ വിൽ ബി കമ്മിങ് ഏർലി. നേരത്തെ, ഏർലി. നാളെ എന്നല്ലേ. അപ്പൊ ടുമോറോ. ഐ വിൽ ബി കമ്മിങ് ഏർലി ടുമോറോ. നാളെ ഞാൻ നേരത്തെ വരുന്നതായിരിക്കും. എനിക്ക് ആ ജോലി കിട്ടിയാൽ ഞാൻ നല്ലൊരു ചെലവ് ചെയ്യുന്നതായിരിക്കും. പ്രോമിസ് ആണ് കേട്ടോ. എനിക്ക് ആ ജോലി കിട്ടിയാൽ ഞാൻ നല്ലൊരു ചെലവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എനിക്ക് ആ ജോലി കിട്ടിയാൽ എന്ന് പറയാനായിട്ട് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഇഫ് വെച്ചിട്ട് വേണം പറയാനായിട്ടില്ലേ. ഇഫ്, എങ്കിൽ എന്നാണ് കേട്ടോ. അപ്പൊ ഇഫ് ഐ ഗെറ്റ് ദാറ്റ് ജോബ്, ആ ജോലി. ഇഫ് ഐ ഗെറ്റ് ദാറ്റ് ജോബ് എന്ന് വെച്ചാൽ എനിക്ക് ആ ജോലി കിട്ടുകയാണെങ്കിൽ എന്താ ഞാൻ ചെയ്യാം? ഞാൻ നല്ലൊരു ചെലവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എങ്ങനെ പറയാം? ഐ വിൽ ബി ഗിവിംഗ്. ഞാൻ നല്ലൊരു ചെലവ് നൽകുന്നതായിരിക്കും എന്നാണ് അല്ലേ. ഐ വിൽ ബി ഗിവിംഗ് എ ഗ്രാൻഡ് ട്രീറ്റ് എന്ന് പറയാം അല്ലെ. എ ഗ്രാൻഡ് ട്രീറ്റ്, ഞാൻ നല്ലൊരു ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ട്രീറ്റ് നൽകുന്നതായിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇഫ് ഐ ഗെറ്റ് ദാറ്റ് ജോബ് ഐ വിൽ ബി ഗിവിംഗ് എ ഗ്രാൻഡ് ട്രീറ്റ്. ക്ലിയർ ആയല്ലോ. ഇനി നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് സെന്റൻസസിന്റെ നെഗറ്റീവ് ഫോം ആണ് കേട്ടോ. നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇനിമേൽ ഞാൻ അവനോട് മിണ്ടുന്നതല്ല, ഇനിമേൽ ഞാൻ അവിടെ പോകുന്നതല്ല, ഇനി ഞാൻ അവളെ വിളിക്കുന്നതല്ല, ഇങ്ങനെ ചെയ്യുന്നതല്ല എന്ന് പറയുന്ന സെന്റൻസസ് ആട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച സെന്റൻസിന്റെ നെഗറ്റീവ് ഫോം ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പറയാം. നേരത്തെ നമ്മൾ വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ing എന്നാണ് യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ എന്തായിരിക്കും? നോട്ട് വേണം അല്ലെ. വിൽ നോട്ട് ബി പ്ലസ് വെർബ് പ്ലസ് ing ആണ് കേട്ടോ. വിൽ നോട്ട് ബി പ്ലസ് വെർബ് പ്ലസ് ing. അപ്പൊ ഇനിമേൽ ഞാൻ അവനോട് മിണ്ടുന്നതല്ല. ഇനി പറയാം
ഐ വിൽ നോട്ട് ബി. അപ്പൊ ഈ വിൽ നോട്ട് ബിയുടെ ഷോർട്ട് ഫോം ആണ് വോണ്ട് ബി എന്നിട്ടോ. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? ഐ വോണ്ട് ബി. ഈ വോണ്ട് ബി എന്ന് വെച്ചാൽ എന്താണ്? വിൽ നോട്ട് ബി എന്ന് തന്നെയാണ് കേട്ടോ. ഇനി വിൽ നോട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റൊന്നുമില്ല. ഐ വോണ്ട് ബി എന്ന് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് പറയാം കേട്ടോ. ഐ വോണ്ട് ബി ടോക്കിംഗ് അവനോടല്ലേ, ഹിം. ഐ വോണ്ട് ബി ടോക്കിംഗ് ഹിം അഗെയിൻ. ഞാൻ വോണ്ട് ബി ടോക്കിംഗ് ഹിം അഗെയിൻ. ഞാൻ ഇനിമേൽ അവനോട് മിണ്ടുന്നതല്ല. ഇനിമേൽ ഞാൻ അവിടെ പോകുന്നത്. ഇപ്പൊ ഈ അഗെയിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എനി മോർ എന്നും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഒരിക്കലും എന്നൊക്കെ അർത്ഥം കിട്ടാനായിട്ട് എനി മോർ എന്ന് യൂസ് ചെയ്യട്ടെ. ഇനി ഒരിക്കലും അല്ലെങ്കിൽ എന്താണ് ഒരു കാരണവശാലും എന്നൊക്കെ അർത്ഥം കിട്ടാനായിട്ട് നമുക്ക് എനി മോർ എന്നും യൂസ് ചെയ്യാം കേട്ടോ അഗെയിന് പകരമായിട്ട്. ഇനിമേൽ ഞാൻ അവിടെ പോകുന്നതല്ല. ഐ won't be അല്ലെങ്കിൽ will not be. I won't be going there anymore. Okay, I won't be going there anymore. ഇനിമേൽ ഞാൻ അവിടെ പോകുന്നതല്ല. ഇനി ഞാൻ അവനെ വിളിക്കുന്നതല്ല. എങ്ങനെ പറയാം? ഇനി ഞാൻ അവനെ വിളിക്കുന്നതല്ല. Okay, I won't be calling him again അല്ലെങ്കിൽ anymore. Okay, I won't be calling him again. ഞാനിനി അവനെ വിളിക്കുന്നതല്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? പ്രോമിസസ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രോമിസസ് പറയുമ്പോൾ പോസിറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ പറയുന്നത് എങ്കിൽ വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ing യൂസ് ചെയ്യാം. നെഗറ്റീവ് സെന്റൻസ് ആണ് നമ്മൾ പറയുന്നത് എങ്കിൽ വിൽ നോട്ട് ബി പ്ലസ് വെർബ് പ്ലസ് ing യൂസ് ചെയ്യാം. ഈ വിൽ നോട്ട് ബിയുടെ ഷോർട്ട് ഫോം ആണ് വോണ്ട് ബി എന്നുള്ളതും ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ഫോമിലാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്നെ നീ കാത്തിരിക്കുമോ? അടുത്ത പ്രാവശ്യം നീ എന്നെ കൊണ്ടുപോകുമോ? എത്ര സമയം നീ എന്നെ കാത്തിരിക്കും? നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോമിലാണ് ചോദിക്കുന്നത് കേട്ടോ. എന്നെ നീ കാത്തിരിക്കുമോ? ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? ആദ്യം നമ്മൾ വില്ല് വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ടില്ലേ. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? വിൽ യു ബി. വിൽ ബി എന്നുള്ളത് വിൽ യു ബി വെയിറ്റിംഗ് ഫോർ മീ എന്ന് ചോദിക്കാട്ടോ. വിൽ യു ബി വെയിറ്റിംഗ് ഫോർ മീ. നീ എന്നെ കാത്തിരിക്കുമോ? വിൽ യു ബി വെയിറ്റിംഗ് ഫോർ മീ. അപ്പൊ ഞാൻ നിന്നെ കാത്തിരിക്കും എന്നെങ്ങനെ പറയാം? ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. എന്താണ്? യു എന്നുള്ളത് ഐ ആയി മാറില്ലേ. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നെക്സ്റ്റ്, അടുത്ത പ്രാവശ്യം നീ എന്നെ കൊണ്ടുപോകുമോ? എങ്ങനെ പറയാം നമുക്ക്? വിൽ യു ബി taking me. Will you be taking me next time? Will you be taking me next time? അടുത്ത പ്രാവശ്യം നീ എന്നെ കൊണ്ടുപോകുമോ? എത്ര സമയം നീ എന്നെ കാത്തിരിക്കും? എത്ര സമയം അല്ലെങ്കിൽ എത്ര കാലം എന്നൊക്കെ പറയാൻ നമുക്ക് ഇങ്ങനെ ഹൗ ലോങ് യൂസ് ചെയ്യാം കേട്ടോ. ഹൗ ലോങ്. ഓക്കെ, എത്ര സമയം അല്ലെങ്കിൽ എത്ര കാലം. ഹൗ ലോങ് വിൽ യു ബി വെയിറ്റിംഗ് ഫോർ മീ? വിൽ യു ബി waiting for me? How long will you be waiting for me? Next, നിങ്ങൾ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. എങ്ങനെ പറയാ? I will be waiting for you. Like I will be waiting for you. ഞാൻ നിങ്ങളെ കാത്തിരിക്കും. നിങ്ങൾ വരുന്നത് വരെ. Till you come. Till you come. നിങ്ങൾ വരുന്നത് വരെ ഞാൻ നിങ്ങളെ കാത്തിരിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പ്രോമിസസ് കൊടുക്കുക എന്നുള്ളത്, അതുപോലെ എങ്ങനെ നമുക്ക് ചോദിക്കാം എന്നുള്ളത്, അതുപോലെ തന്നെ അതിന്റെ നെഗറ്റീവ് സെന്റൻസസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതില്ലേ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. Thank you. See you on another video. Until then, take care. Bye-bye.